നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തൊടുകുറി വീഡിയോ ആണ്. ഇന്നത്തെ തൊടുകുറിയില് ശ്രീ മഹാദേവന്റെയും ശ്രീ മഹാവിഷ്ണുവിന്റെയും ചിത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1, 2 എന്നീ നമ്പറുകളും കൊടുത്തിട്ടുണ്ട്. ന്യൂമറോളജിയിൽ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ട നമ്പറും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ആർക്കും സംശയമൊന്നും വേണ്ട, ചിത്രം തിരഞ്ഞെടുത്താലും നമ്പർ തിരഞ്ഞെടുത്താലും ഫലം ഒന്നു തന്നെയാണ്. ഇത് കാണുന്ന മാത്രയിൽ നിങ്ങൾക്ക് ഏത് തിരഞ്ഞെടുക്കാനാണോ തോന്നുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് തിരഞ്ഞെടുക്കുക എന്നതാണ് പ്രധാനം. ഇന്ന് നിങ്ങൾ ഈ തൊടുകുറിയിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിലെ ഒരു സങ്കടം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്വൈര്യം തരാത്ത, സമാധാനം നൽകാതെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് ഇതിലൊന്ന് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രമോ നമ്പറോ പ്രകാരമുള്ള നിങ്ങളുടെ ഫലമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇവിടെ ഈ ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്ത് സങ്കടമാണോ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ പരിഹാര മാർഗം നിങ്ങൾ ശരിയായി പ്രയോജനപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ ദുഃഖം, നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആ ഒരു പ്രശ്നം, അതിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ ആ ദുഃഖം മനസ്സിൽ നന്നായിട്ട് ഓർത്ത് അതിനൊരു പരിഹാരം കാട്ടിത്തരണമേ എന്ന് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലൊന്ന് തിരഞ്ഞെടുത്തോളൂ. അപ്പൊ എല്ലാവരും ഇതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുത്തു കാണും എന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ പറയുന്നത് നമ്പർ 1 ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ്. അവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളിൽ ആദ്യം തന്നെ കാണുന്ന കാര്യം, നിങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് അതിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ രോഗാവസ്ഥ വളരെ കാഠിന്യം കൂടിയതാണെങ്കിൽ, വളരെ കാലമായിട്ട് നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് അങ്ങോട്ട് 41 ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതിൽ വിജയിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതിനൊക്കെ കഴിയുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ വന്നു കിട്ടുന്ന അവസരങ്ങളെ ശരിയായിട്ടുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളിൽ മടി, അലസത എന്നിവ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവ രണ്ടും നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മടിയും അലസതയും നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം ശരിയാണ് എന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അത് കാണുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ അതൊരു പ്രചോദനമായിരിക്കും. അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സ്വസ്ഥത കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങളിലേക്ക് സന്തോഷവും മനസമാധാനവും ഉണ്ടാകും. നിങ്ങളുടെ ഉറക്കം കെടുത്തിയ പല കാര്യങ്ങളിലും മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കും. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾക്ക് ശരിയായി ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും സാധിക്കാത്ത രീതിയിലായിരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ. അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾക്ക് അത്രയധികം ആദ്യം ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഇനി ഇല്ലാതാവാൻ പോവുകയാണ്. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. ഇഷ്ടദൈവത്തെ ഉള്ളുരുകി പ്രാർത്ഥിക്കുക, നാമജപം തുടരുക. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഭഗവാൻ മാറ്റിത്തരും. അതിനായിട്ട് ദൈവത്തെ മുറുകെ പിടിക്കുക എന്നതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഒപ്പം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കർമ്മമേഖലയിൽ വരുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തണം. നല്ല രീതിയിലുള്ള ഉയർച്ച തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും മഹാദേവൻ തന്നെ നിങ്ങളെ സംരക്ഷിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്പർ 1 മഹാദേവന്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി അടുത്തത് നമ്പർ 2 ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം നോക്കാം.
വിഷ്ണു ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ നമ്പർ 2 തിരഞ്ഞെടുത്തവരോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഏതൊരു കാര്യത്തിലും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ നന്നായി ആലോചിച്ച് മനസ്സിരുത്തി ചിന്തിച്ച് ആ തീരുമാനത്തെ ശരിയായി വിശകലനം ചെയ്ത ശേഷം മാത്രം പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു കാര്യത്തിലും എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാനായിട്ട് പാടില്ല. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എടുത്തുചാട്ടം പലപ്പോഴും നിങ്ങളെ ആപത്തുകളിൽ ചാടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിഷ്കളങ്ക മനസ്സിനുടമകളാണ്. ക്ഷമാശീലവും നിങ്ങൾക്ക് വളരെ കുറവാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെയും നിങ്ങളിൽ പ്രകടമാകുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. ഇനി നിങ്ങളെ കുറിച്ച് പറയാനുള്ളത്, നിങ്ങൾ വളരെ കാലമായിട്ടൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അത് അധികം വൈകാതെ ഭഗവാൻ നടത്തി തരുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലി മാറ്റമായാലും അല്ലെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നതായാലും ഒരു വാഹനം എന്ന സ്വപ്നമായാലും ഇങ്ങനെ എന്തെങ്കിലും ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭഗവാൻ നേടിത്തരും. അതിനുള്ള സാഹചര്യം വന്നു ചേരും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ചില തടസ്സങ്ങളിൽ പെട്ട് കിടക്കുകയാണ്. ഇത് ഈ ഒരു അവസ്ഥയിൽ തന്നെ അല്പദിവസം കൂടി തുടർന്നു പോകും എന്നതാണ് മനസ്സിലാവുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് 21 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാം. ഭഗവാന്റെ നാമങ്ങൾ നിത്യവും ജപിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ജോലി സ്ഥലത്തോ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ നിങ്ങളുമായിട്ട് ഏതെങ്കിലും വാക്ക് തർക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും മാറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രശ്നങ്ങളൊക്കെയും അവരായിട്ട് തന്നെ പരിഹരിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും. അതുപോലെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില അനുഭവങ്ങൾ വന്നു ചേരും. നല്ല അനുഭവങ്ങൾ, നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ചില വസ്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളോ ഒക്കെയും അപ്രതീക്ഷിതമായിട്ട് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ കാര്യത്തിൽ അവസാനമായിട്ട് പറയാനുള്ളത്, പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നല്ലൊരു സുഹൃത്തിനെ ഭഗവാനായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അതുവഴി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം ലഭിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്കുള്ള വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കടബാധ്യതകള്, ലോണ് മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്, EMI അടക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യം കാണുന്നുണ്ട്, വീട് പണി തുടങ്ങി അത് എവിടെയും എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പണി മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പൊ ഇവയൊക്കെയും തന്നെ നിങ്ങളുടെ ദുഃഖങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ദുഃഖങ്ങൾക്കൊക്കെയും പരിഹാരം വളരെ പെട്ടെന്ന് തന്നെ നേടാനായിട്ട് സാധിക്കും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ തീരുമാനങ്ങൾ എപ്പോഴും വളരെ ചിന്തിച്ച് ആലോചിച്ച ശേഷം മാത്രം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ കാര്യങ്ങളിൽ ഈ പറയുന്നതൊക്കെ എത്രമാത്രം ശരിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. 100% ഉറപ്പായിട്ടുള്ള അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യമാണ് ഈ തൊടുകുറി എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഫലം ലഭിക്കുള്ളൂ എന്നുള്ളത് കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.